ലോകത്തിന് നൽകി ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാൻ കാരണമായി തീർന്നത് ജീവിതകാലത്ത് മാത്രമല്ല, തുടർന്ന് ഈ 123-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ആ പ്രകാശം അനേകരെ ആകർഷിക്കുന്നു എന്നുള്ളത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിയേറ്റിന് വന്നതായ സമയത്ത് നാനാജാതി മതസ്ഥരായി ദൂരെയും ചാരെയുമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് വന്ന് ആ പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ ആരംഭിക്കുന്നതിന് തങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ആ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് സന്നദ്ധരായി വന്നു എന്നുള്ളതാണ്. പരിമല തിരുമേനി ഒരു വിശ്വപൗരനാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അദ്ദേഹം ഒരിക്കലും തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ തൻ്റെ ജാതിയുടെ വർഗത്തിൻ്റെയോ മാത്രമായി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളല്ല. തന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രവർത്തിച്ചയാളാണ്. കുന്നംകുളത്തും അതുപോലെ തന്നെ തുമ്പോൺ പ്രദേശത്തുമൊക്കെ മസൂരി വ്യാപിച്ചപ്പോൾ ആ പ്രദേശങ്ങളിൽ താമസിച്ച് അവിടെയെല്ലാം ആ ബാധയേറ്റവരുടെ എല്ലാവരുടെയും വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ആരെന്നില്ല, ഏത് മതമെന്നില്ല, വിശ്വാസമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഇല്ല. എല്ലാവരുടെയും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടിയ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു വിശ്വപൗരനെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇന്നത്തെ ലോകത്തിൽ നമ്മളെല്ലാവരും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണുകളിലും ഇരിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് പരസ്പരം കാണുവാനും അറിയുവാനും പരസ്പരം സംസാരിക്കുവാനും സാധിക്കുന്ന രീതിയിൽ നാം എല്ലാവരും വളർന്നിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ ലോകം മുഴുവനും ഇന്ന് നമ്മിൽ ചുരുങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെയും ലോകം മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. നമുക്ക് ഗാസയിൽ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചാൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പരമ